നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. നമ്മൾ മണവാളനെ കുറിച്ച് അല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? 19 സങ്കീർത്തനത്തിലെ മണവാളൻ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യത്തിൽ നമുക്ക് മണവാട്ടിയുടെ ഒരുക്കം കാണാം. കർത്താവ് അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു പിതാവാണ്, ദൈവത്തിൻ്റെ കൃപയാൽ ഞാനൊരു ഗ്രാൻഡ് ഫാദറും ആണ്. അതുകൊണ്ട് എനിക്കറിയാം എന്താണ് മണവാട്ടി, എന്താണ് മണവാളൻ എന്നൊക്കെ. ഇവിടെ മണവാട്ടിയെക്കുറിച്ച് പറയുകയാണ്. അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. ക്രിസ്തു അവിടുത്തെ സഭയെ വചനത്താൽ പ്രക്ഷാളനം നടത്തി നിർമ്മലീകരിച്ച് വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം, മാലിന്യം എന്നിവ അശേഷമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ തനിക്കായി നിർത്തേണ്ടതിനുമാണ് കുരിശിൽ മരിച്ചത്. He did it to make her holy. He made her clean by washing her with water and the word. He did it to bring her to himself as a brightly shining church. He wants a church that has no stain or wrinkle or any other flaw. He wants a church that is holy and without blame. ഞാനൊരു സഭാ ശുശ്രൂഷകനായതിനാൽ ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. അവനൊരു സഭയെ വേണം, അവനൊരു മണവാട്ടിയെ വേണം. അത് ബ്ലെയിംലെസ് ആയിരിക്കണം, അത് ഹോളി ആയിരിക്കണം, അത് വ്രിങ്കിൾ ഫ്രീ ആയിരിക്കണം. ഇപ്പൊ വ്രിങ്കിൾ ഫ്രീ ഷർട്ടുകൾ കിട്ടും, പാൻറ്റുകൾ കിട്ടും. പക്ഷെ പെട്ടിക്കകത്ത് മടക്കി വെച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് നോർക്കുമ്പോൾ ചുളുക്കമുണ്ട്. പെട്ടെന്നൊരു ഹോട്ടലാണെങ്കിൽ അയൺ ബോക്സ് അവിടെ കിട്ടും. വീട്ടുകാരോടാണെങ്കിൽ ചോദിച്ചു മേടിച്ച് ഒന്ന് പ്രസ് ചെയ്താലേ വിചാരിച്ച തൃപ്തി ആ വസ്ത്രത്തിന് കിട്ടും. ഇതുപോലെ 40 കൊല്ലം മുമ്പ് സ്നാനം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നീ തൃപ്തനാകരുത്. ഇന്നൊന്ന് അയൺ ചെയ്തെടുക്കണം. മണവാളനെ എതിരേൽക്കാൻ ചുളുങ്ങിയ ഷർട്ടിടാൻ ഒക്കുമോ? എത്ര ഗൗരവത്തോടു കൂടിയാണ് മണവാട്ടി ഒരുങ്ങുന്നത്. എന്നാൽ ഇവിടെ ഒരു അത്ഭുതം പറയാം, ഒരു സന്തോഷം പറയാം. ഇവിടെ മണവാട്ടിയുടെ കാര്യത്തിൽ മണവാളനാണ് ശ്രദ്ധ. അത് ലോകത്തിൽ ഒരു കല്യാണത്തിൽ നടക്കത്തില്ല. നാളെ ഒരു കല്യാണത്തിന് ഞാൻ പോവുകയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ. അവൻ അവിടെ തലേ ദിവസം ചെന്ന് പെങ്കൊച്ചിനെ ഒരുക്കാൻ വെക്കുവോ? അങ്ങനെ ഒരു കാലം വരുമോ നമ്മുടെ ഇടയിൽ? എന്നാൽ ഇവിടെ ഒരു മണവാളൻ പറയുക, ഞാനൊരുക്കാം. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യം ലോകത്തിൽ ആർക്കും അവൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഞാൻ അവളെ കഴുകുന്നത് എൻ്റെ രക്തം കൊണ്ടാണ്. ഞാൻ അവളെ അയൺ ചെയ്യുന്നത് എൻ്റെ വചനം കൊണ്ടാണ്.
കറ പോകത്തക്കവണ്ണം, ചുളുക്കം പോകത്തക്കവണ്ണം ഞാൻ അവളെ ബ്ലെയിംലെസ് ആക്കി, ഷൈനിങ് ബ്രൈഡായിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്താൻ എനിക്കും കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള പ്രഭാഷണങ്ങളിൽ കാന്ത തന്നെത്താൻ ഒരുക്കണം എന്ന് കേട്ടിട്ടുണ്ട്. ആ ഭാഗം ശരിയാണ്. എന്നാൽ ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തൊരു മണവാളനെ ഞാൻ കണ്ടു. എന്നെ ഒരുക്കുന്നതിൽ അവനൊരു പങ്കുണ്ട്. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. നമ്മളൊന്നും ഒരുങ്ങിയാലൊന്നും ശരിയാവില്ല. കാരണം മണവാളന്റെ ഇഷ്ടത്തിനൊരുങ്ങണം. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ വചനം മനസ്സിലായില്ലെങ്കിൽ എനിക്ക് കത്തെഴുതണം, ഞാൻ വിവരിച്ചു തരാം. പൗരുഷനിലേക്ക് എഴുതിയാൽ മതി. അവനാണ് ഒരുക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപയാലും അവൻ്റെ രക്തത്താലുമുള്ള ശുദ്ധീകരണമാണ് നമ്മുടെ ബ്യൂട്ടി. ഗോഡ് ബ്ലെസ് യു.